ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി ഒരു വെജിറ്റേറിയൻ ഡിഷാണ് കേട്ടോ. ഗാർലിക് ബട്ടർ മഷ്റൂം. വെജിറ്റേറിയൻ ആയിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയലുണ്ട് ചാനലിൽ വെജിറ്റബിൾ റെസിപ്പീസ് കുറവാണല്ലോ എന്ന്. ഇല്ലയെന്ന് തന്നെ പറയാം സത്യം പറഞ്ഞാൽ. അപ്പോൾ എൻ്റെ ആ എല്ലാ ഫ്രണ്ട്സിനും വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഞാൻ ഈ റെസിപ്പി ഡെഡിക്കേറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2 ബോക്സ് മഷ്റൂമാണ് എടുത്തിട്ടുള്ളത്. ഇത് ഏകദേശം ഒരു 500 ഗ്രാം ഉണ്ടാവും. ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. മഷ്റൂം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് കട്ട് ചെയ്ത് ഒരു ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് കുതിർത്തി വെക്കണം കേട്ടോ. ഇനി നമുക്ക് ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആകുമ്പോൾ അതിലേക്ക് ഒരു 10 അല്ലി നമ്മളിങ്ങനെ കട്ട് ചെയ്ത് അല്ലെങ്കിൽ ചോപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ടാവും. 2 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളിയൊക്കെ കുറച്ച് അധികം വേണം കേട്ടോ. മഷ്റൂം ഇപ്പോൾ 500 ഗ്രാം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് കുക്കായി വരുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. ആ വെളുത്തുള്ളി ഒന്ന് വഴറ്റി ഒന്നിങ്ങനെ ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മഷ്റൂം ചേർത്ത് കൊടുക്കുക. നല്ലോണം കൈ വെച്ച് പിഴിഞ്ഞിട്ട് എടുത്തിട്ട് വേണം കേട്ടോ മഷ്റൂം ചേർക്കാൻ. കാരണം മഷ്റൂമിൻ്റെ ഉള്ളിൽ നല്ലോണം വെള്ളം കയറിയിട്ടുണ്ടാവും. നല്ലോണം പിഴിഞ്ഞെടുത്ത മഷ്റൂമാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതി. അതിലേക്ക് പച്ചമുളകും ചേർക്കണം. 2 പച്ചമുളകാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. നമുക്ക് എരിവിനനുസരിച്ച് എത്ര എണ്ണം വേണോ അങ്ങനെ ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പും കൂടി ചേർത്ത് കഴിയുമ്പോൾ മഷ്റൂമൊക്കെ ഒന്ന് ചുരുങ്ങിയിട്ട് വരും കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കിതൊന്ന് കുക്കാക്കിയിട്ടെടുക്കണം. കുക്ക് ചെയ്യാൻ നമ്മൾ ഇതിലേക്ക് ഇനി വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. നമ്മൾ ഇത് അടച്ച് വെച്ചാൽ തന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ഇതിന് നല്ലോണം വെള്ളം വരും. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് നോക്കാം. അടച്ച് വെച്ചിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. അങ്ങനെ ഒന്ന് കുക്കായി വരട്ടെ. കണ്ട ഒരു ഹാഫ് കുക്കായപ്പോൾ തന്നെ ഇതിൽ നല്ലോണം വെള്ളം വന്നിട്ടുണ്ട്. ഈ വെള്ളമൊക്കെ നമുക്ക് ഡ്രൈ ആയിട്ട് വരണം കേട്ടോ. പക്ഷേ ഇപ്പം തന്നെ വരണ്ട. ഇപ്പം നമുക്ക് ഫുള്ള് കുക്കായിട്ടില്ല. നമ്മൾ ഹാഫ് കുക്കായപ്പോൾ തന്നെ ഓപ്പൺ ചെയ്തതാണ്. ഇനി അതിലേക്ക് 2 സവാള ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസുള്ള സവാള നന്നായിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് ചേർത്ത് കൊടുക്കണം. പിന്നെ വേണ്ടത് കുരുമുളക് പൊടിയാണ്. നമ്മൾ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകും കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ അത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. എത്രയാണോ എരിവ് വേണ്ട അതിനനുസരിച്ച് കുരുമുളക് പൊടി ചേർക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. അത് എരിവിന് വേണ്ടിയിട്ടല്ല, ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് നോക്കിയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് നല്ലോണം അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കണം. ഇപ്പോൾ ഇത് ഫുള്ളായിട്ടും കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ആ എരിവൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ വിനീഗറും കൂടി ചേർക്കുന്നുണ്ട്, സുർക്ക. ഇനി ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടെടുക്കുക. ഇപ്പോൾ നല്ലോണം കുക്കായി വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നല്ലോണം വറ്റി ഡ്രൈ ആക്കിയിട്ടെടുക്കണം കേട്ടോ. ഈ ഒരു സ്റ്റേജൊക്കെ ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം കൂട്ടി വെക്കാം. നല്ല ഫ്ലെയിമിൽ തന്നെ കിടന്നോട്ടോ. ഇനി ഫ്ലെയിമിൽ കിടന്നിട്ട് വെള്ളമൊക്കെ വറ്റി ഒന്ന് ഡ്രൈ ആയി ഒന്നിങ്ങനെ മുരിഞ്ഞ് വരുന്ന ഒരു പാകത്തിൽ ആക്കിയെടുക്കാം. വെള്ളമൊക്കെ വറ്റുമ്പോൾ ആ ബട്ടറൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരും. പിന്നെ ആ ബട്ടറിൽ കിടന്നിട്ടാണ് അത് ഫ്രൈ ആയിട്ട് വരിക. ഗാർലിക്കൊക്കെ ഉണ്ടാകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും, നല്ലൊരു സ്മെല്ലും വരും കേട്ടോ. ഇപ്പോൾ നമ്മുടെ മഷ്റൂം റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഗാർലിക് ബട്ടർ മഷ്റൂം റെഡി ആയിട്ടുണ്ട്. മഷ്റൂമൊക്കെ കിട്ടുമ്പോൾ ഈ റെസിപ്പി നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വെജിറ്റേറിയൻ ഡിഷസ് അധികം ഇഷ്ടമില്ലാത്തവർ കൂടി ഈ ഒരു റെസിപ്പി എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതാണ് ഇന്നത്തെ റെസിപ്പി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. നല്ല വീഡിയോസ് റെസിപ്പീസൊക്കെ ആയിട്ട് നമുക്കിനിയും കാണാം.